സമൂഹ മാധ്യമത്തിലും പുറത്തുമായി കോൺഗ്രസ് അണികൾക്കിടയിൽ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച ആരാകും UDFന് അധികാരം കിട്ടിയാൽ അടുത്ത മുഖ്യമന്ത്രി എന്നതിനെ ചൊല്ലിയാണ്. വെറുതെ നേതാവിന്റെ പേര് പറഞ്ഞ് ലൈക്ക് വാങ്ങൽ മാത്രമല്ല നേതാക്കളുടെയും പ്രവർത്തകരുടെയും ലക്ഷ്യം. അതിനാൽ തന്നെ പ്രൊഫഷണലായ ടീമുകളെ നിയോഗിച്ചാണ് ഓരോ ക്യാമ്പിന്റെയും നീക്കങ്ങൾ. എന്താല്ലേ? ആദ്യകാല വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും കരുത്താർജിച്ച അദ്ദേഹം പിന്നീട് കേരള സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഒഴിവാക്കാനാവാത്ത സാന്നിധ്യമായി മാറിയത് ചരിത്രം. തിരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടില്ല എങ്കിലും UDFന്റെ വിജയം ഉറപ്പെന്ന കാര്യത്തിൽ പല നേതാക്കളെ പിന്തുണയ്ക്കുന്ന അണികൾക്കെല്ലാം ഒരേ അഭിപ്രായമാണ്. രമേശ് ചെന്നിത്തലയോ VD സതീശനോ KC വേണുഗോപാലോ ആരാകും മുഖ്യമന്ത്രി എന്ന് മാത്രം അറിഞ്ഞാൽ മതിയെന്നാണ് കോൺഗ്രസ് സൈബർ പോരാളികളുടെ പക്ഷം. ഹൈലി പ്രൊഫഷണലാണ് കാര്യങ്ങൾ. നേതാക്കന്മാരുടെ ചരിത്രവും നേട്ടങ്ങളുമെല്ലാം എണ്ണിപ്പറയുന്ന വീഡിയോകൾ തന്നെയാണ് പ്രധാന ഹൈലൈറ്റ്. AIയുടെ സഹായവും തേടിയിട്ടുണ്ട്. സമൂഹ മാധ്യമ ചർച്ചകളിൽ KC വേണുഗോപാൽ വിഭാഗത്തിന്റെയും സതീശൻ പക്ഷക്കാരുടെയും വാഗ്വാദങ്ങളും അവകാശവാദങ്ങളുമാണ് ആദ്യ ദിനങ്ങളിൽ നിറഞ്ഞു നിന്നത്. അനാവശ്യ ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല എന്നായിരുന്നു രമേശ് ചെന്നിത്തല ക്യാമ്പിന്റെ നിലപാട്. എന്നാൽ മറ്റ് രണ്ടു കൂട്ടരും മുന്നിട്ടിറങ്ങിയതോടെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന തീരുമാനത്തിലേക്ക് RC ക്യാമ്പും എത്തി. 2005 രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. തുടർച്ചയായി 9 വർഷത്തോളം ആ പദവിയിൽ തുടർന്ന അദ്ദേഹം കേരളത്തിൽ പാർട്ടിയെ അടിത്തട്ടിൽ നിന്ന് ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഓരോ നേതാക്കളെ പറ്റിയുമുള്ള പോസ്റ്റുകൾക്ക് താഴെ തങ്ങളുടെ നേതാവ് ഒട്ടും പിന്നിലല്ല എന്ന് കാണിക്കാൻ കമന്റുകളുടെ പെരുമഴ തന്നെ ഉണ്ടാകുന്നുണ്ട്. 4-ാം തീയതി വരെ ഇത്തരം ചർച്ചകൾ തുടരും. അതിനുശേഷം UDFന് ഭരണം കിട്ടിയാൽ പിന്നീട് എന്താകും സംഭവിക്കുക എന്നാണ് എല്ലാവരും ഒരുപോലെ ചോദിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.